ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്മീൻ കറിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള നെയ്മീൻ കിട്ടിയിട്ടുണ്ട്. ഒത്തിരി വലിപ്പമൊന്നുമില്ല, എന്നാലും അടിപൊളിയാണ്. അപ്പോൾ നമുക്കൊന്ന് നെയ്മീൻ കറി ഉണ്ടാക്കിയാലോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും നല്ല ടേസ്റ്റോട് കൂടിയതുമാണ് കേട്ടോ. നമുക്കതിനെ കഴുകി വൃത്തിയാക്കിയെടുക്കാം. നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്ത് ക്ലീൻ ചെയ്ത് നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. മീനൊക്കെ നല്ല വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നന്നായി ചതച്ചത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് എരിവ് വേണമെങ്കിൽ നന്നായിട്ട് മുളക് പൊടി ചേർക്കുക. മുളക് പൊടി നന്നായിട്ട് ചേർക്കുന്നതാണ് കേട്ടോ ഈ കറിയുടെ ടേസ്റ്റ്. ഇനി നമുക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും 1/4 ടേബിൾ സ്പൂൺ വെച്ച് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനിടാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ. അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. അപ്പോൾ നമുക്ക് അടിപൊളി ടേസ്റ്റായിട്ടുള്ള മീൻകറി ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് അത് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു ചട്ടിക്കകത്തോട്ടാക്കി നമുക്ക് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കാം. ഒരു തക്കാളി കൂടി കനം കുറഞ്ഞ് കഷ്ണങ്ങളാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി കൂടി ഇട്ട് കഴിയുമ്പോൾ കറിക്കൊരു കൊഴുപ്പ് വരും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ കമൻസ് ഇടാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. ഇപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുടംപുളിയാണ്. നമുക്കൊരു 3-4 കഷ്ണം കുടംപുളി കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കുടംപുളിയും ഒക്കെ ഇട്ട് നമുക്കിനി അതിനെ ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം അത് വെന്ത് കഴിയുമ്പോഴാണ് നമ്മളിനി നല്ല കട്ട തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കണ്ണൂർ സ്റ്റൈൽ മീൻ കറിയാണ്.